ഹലോ ഗൈസ്, ഇതൊരു ഗോവൻ ട്രിപ്പ് വീഡിയോ ആണ്. ഈ കളി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ ഗോവയിൽ പോകുന്നത്. നേരെ ഹോസ്പിറ്റലിൽ പോയി ഒരു പെയിൻ കില്ലർ എടുക്കേണ്ടി വന്നു. സിവിയർ ബോഡി പെയിൻ ആയിരുന്നു. ചെറിയൊരു ഫിസിയോ ഒക്കെ ചെയ്ത് പെയിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ ദിവസം രാത്രിയാണ് ട്രെയിന്. 12:45 സമയത്ത് കാലിക്കറ്റിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. ഒരു 12:45 1 മണിയായപ്പോൾ ട്രെയിനിലെത്തി. റഹീമൊക്കെ ഇപ്പോൾ പാട്ട് തുടങ്ങി. മണിയിൽ ഓർമ്മർത്താണ്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് രാവിലെ ഏകദേശം ബൈന്ദൂർ മൂകാംബിക ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ട്രെയിൻ ഏകദേശം കാലിയായി. ട്രെയിനിൻ്റെ അകത്ത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ബോഗിയിലുള്ളൂ. ഞങ്ങളൊരു 20-21 പേരുള്ള യാത്രയാണ്. അതുകൊണ്ട് ആ യാത്ര ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ തന്നെ പെയിനൊക്കെ ഉണ്ടെങ്കിലും ജോയിൻ ചെയ്തത്. ട്രെയിനിൽ നിന്ന് ഉപ്മാവ് കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് ഉണ്ടായിരുന്നു. വാട്ടാൻ ഉപ്മാവിനായിരുന്നു. എല്ലാവരും അങ്ങനെ ഇരുന്ന് ബ്രെഡ് ഓംലെറ്റും ഉപ്മാവും പോഹയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ മഡ്ഗോണിൽ ഇറങ്ങാതെ നേരെ തിവിമ്മിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിവിമ്മിൽ വന്ന് നേരെ പുറത്തുനിന്ന് ഒരു ചപ്പാത്തി, ബട്ടർ ചപ്പാത്തി, ചിക്കൻ കറിയും കഴിച്ചു. ഫുഡ് അത്രയ്ക്ക് പോരാ, അത്യാവശ്യം റേറ്റും ഉണ്ട്. ഇയാളെ ഉടക്കുവൽ വായനൊക്കെ ഇട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ കാഴ്ച കാണുന്നത്. എത്ര ഇവിടുത്തെ ചൂടെന്നുള്ളത് പറയാൻ പറ്റില്ല, അത്ര ചൂടുണ്ട്. ഈ റോട്ടിൽ ചെറിയ കുട്ടീനോടെ കിടത്തി ഉറക്കിയതാണ്. ഒരു കുടുംബം മൊത്തം ഉണ്ട്. ഇത് കണ്ടതോടുകൂടിയുള്ള മൂടെല്ലാം പോയി. പിന്നെ കണ്ണടച്ച് നടക്കാനേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടിയിലെത്തി. പ്രോപ്പർട്ടിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ബീച്ചുണ്ട്. നല്ല നൈസായിട്ടുള്ള വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. ഈവനിങ്സിൽ സൺസെറ്റ് കാണാനും സൺറൈസിന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉള്ളൊരു ബീച്ചാണ്. അതിൽ അഡീഷണൽ ആക്ടിവിറ്റി, വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വിദേശികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ലൊരു സന്തോഷം വരുന്നൊരു കാഴ്ചയുണ്ട്. ഒരു കുടുംബത്തിലെ വയസ്സായ മുത്തശ്ശീനെയും കൊണ്ടുവന്ന ഇത്ര സമയം ബീച്ചിൽ കളിക്കുകയായിരുന്നു ഫാമിലിയായിട്ട്. ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഇതിലൊക്കെ നടന്നു. ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു സ്ലോ മോഷൻ ഉണ്ടാവും നടത്തത്തിൽ. പെയിൻ അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതും വെച്ചിങ്ങനെ ഈവനിങ് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു ബീച്ചിൽ. ചിരമ്പൊലി കെട്ടിയ നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കാലിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായ കൈവട്ടും പൂരവും കേട്ടില്ല. അവളീ മണ്ണിൻ വിസ്മയം, അവനെന്റെ മാത്രം, എന്റെ മാത്രം. നൈറ്റ് നേരെ ബിഗ് ഡാഡി കാസിനോൻ്റെ അകത്ത് കയറാമെന്ന് വെച്ചു. പെർ ഹെഡ് ഒരാൾക്ക് 4000 രൂപയാണ് എൻട്രൻസ് ഫീ വരുന്നത്. 1000 റുപ്പീസ് നമുക്ക് അതിൽ ഒരു ടോക്കൺ ചിപ്സ് വേണമെങ്കിൽ അത് വെച്ചിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അതെടുത്ത് സമയം സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അൺലിമിറ്റഡ് ഫുഡും അൺലിമിറ്റഡ് ഒന്ന് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു 4000-ൽ. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കഴിച്ച് അടുത്ത ദിവസം ഒരു പുലർച്ചെ 2 മണി 3 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് പോകുന്നത്